ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ വഴുതനങ്ങ കൊണ്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. എൻ്റെ അടുക്കളത്തോട്ടത്തിലെ വഴുതനങ്ങ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ മീനില്ലാത്ത മീൻ കറി ഈ വഴുതന ചെടീൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ ശേഷം ഉണ്ടായ വഴുതനങ്ങയൊക്കെയാണിത്. പിന്നെ 2 ദിവസം മുന്നേ പറിച്ച് വെച്ചിട്ടുള്ള ഉണ്ട വഴുതനങ്ങയുണ്ട്. 5 വഴുതനങ്ങയാണ് കേട്ടോ മെഴുക്ക് പറ്റിക്ക് വേണ്ടിയിട്ട് മുറുക്കിയെടുക്കണത്. അത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വല്ലാതെ നേർമയല്ല വല്ലാതെ കട്ടിയിലല്ലാത്ത ഇതേ ഒരു പാകത്തിൽ മുറിച്ചെടുക്കുക. ഒരു വഴുതനങ്ങ 4 ചീന്താക്കിയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഒരു നല്ലോണം 2-3 പ്രാവശ്യം കറിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് കുഴച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുലുക്കിയിട്ടോ ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. നമ്മൾ മെഴുക്ക് പറ്റി ഉണ്ടാക്കാനാകുമ്പോഴേക്കും അതിന്നിങ്ങനെ വെള്ളം ഊർന്ന് വരും. ഇനി ഇതിലേക്ക് 8-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ തുടങ്ങാൻ ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ആ ഉള്ളി ഒന്ന് മൂത്ത് വരണം. മൂത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, നല്ലോണം ഒന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പോഴേക്കും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വഴുതനങ്ങ ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വരാൻ വേണ്ടിയിട്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വഴുതനങ്ങ തോരനായാലും മെഴുക്ക് പറ്റിയായാലും വെച്ചിട്ട് വെന്ത് വരുമ്പോഴേക്കും അത് കുഴഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോണ്ട്, കഞ്ഞി പോലെ ആയിപ്പോണ്ട് എന്നൊക്കെ. ഈ വഴുതനങ്ങ കഴുകിയിട്ട് കറിയൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയുക. അപ്പോൾ അതുപോലെ വരില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അങ്ങനെ വെച്ചപ്പോൾ അതാ ഇത്രയും വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഒരു മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഇനി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേ അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തീരെ വെള്ളമില്ലാത്തതല്ലേ, മറ്റേ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒന്നും കൂടി നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയപ്പം വഴുതനങ്ങ മെഴുക്ക് പറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് ചതച്ചത്, ഞാനൊരു 2-3 മുളക് എടുത്തിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ചെറിയ ഉള്ളി വഴറ്റിയതും ചതച്ച മുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്ക് പറ്റിക്ക്. വഴുതനങ്ങ കുഴഞ്ഞു പോവാതെ നല്ല പാകത്തിലായിട്ട് മെഴുക്ക് പറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ആ വെള്ളമായി ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇനി വഴുതനങ്ങ മെഴുക്ക് പറ്റി ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു, സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇതിനൊരു പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്ക് പറ്റിയാണ് കേട്ടോ അത്. ചോറിന് ഈ ഒരു മെഴുക്ക് പറ്റി മാത്രം മതി. ഈ ചെറിയ ഉള്ളിയും മുളക് ചതച്ചതൊക്കെ ഇട്ടതിനെ കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.